ഓം നമോ ഭഗവതേ വാസുദേവായ. ആർത്തന ചമഞ്ഞു ഞാനിങ്ങനെ ബലാലിപ്പോൾ, നായാടി ശ്രമിച്ചങ്ങു പോരുമ്പോൾ എന്തൊന്നില്ലാതായ സംഭ്രമം കൊണ്ട് ഭൂദേവകോപത്താല ശാപവും എനിക്കേറ്റിതേഴാം നാൾ മരണം പോലെ ആപൽ കാരണം അതും ഈശ്വരമതമല്ലോ. ഖേദമില്ലെനിക്കിതിനേതുമേ യൂയം മമ മോദമാർന്നനുഗ്രഹിച്ചിടുകിൽ വഴി പോലെ കേവലം അല്ലെങ്കിൽ ഇന്നില്ലാരും ഗതിയേതും. ആവോളം കാരുണ്യമുണ്ടാകണമെല്ലാവർക്കും. ഭൂമിപന്യേവം നമസ്കാരേണ ചൊല്ലിയിടുമ്പോൾ മാമുനിമാരും ദ്വിജന്മാരും എല്ലാരും തമ്മിൽ ചൊല്ലിനാരൊരുമിച്ചു ചിന്തിച്ചു നിരന്തരം. സ്വർലോകാധിപൻ മുതലായവരെല്ലാവരും കല്യമോദേന ബഹുമാനിച്ചു പോരും. നൃപന അല്ലൽ വന്നകപ്പെട്ടതെല്ലാം ഈശ്വരമതം. താനറിയാതെ ചെറിയോരപരാധം ചെയ്ത മാനവേന്ദ്രനെ ക്രോധിച്ചിങ്ങനെ ശപിക്കയാൽ ഭൂദേവോത്തമ ശാപം തടുക്കാവല്ലെങ്കിലും മേദിനീപതിയോടു ചേർന്നു നാം പിരിയാതെ വാസം ചെയ്യണം 7 വാസരം കഴിവോളം. വാസുദേവനെ സേവിച്ച് എല്ലാരും കൂടെ തന്നെ സാദരം ഏവം പ്രവചിച്ചവർ ഒരുമിച്ചു മാധവാരാധം സംഭാവിച്ചിരുന്നിടും നേരം പ്രീതനായ മനീഷൻ താപസകുല വരഭ്രാത വന്ദനം ചെയ്തു പിന്നെയും ചൊല്ലിയിടാൻ ഇക്കണാകിയ ഭവാന്മാരിൽ വച്ചേകം തെളിഞ്ഞുൾക്കാമ്പില്ലുടൻ പ്രസാദിക്കിൽ. ഇന്നിപ്പോൾ തന്നെ നിശേഷ കാര്യങ്ങളും സിദ്ധങ്ങളെല്ലാവർക്കും നിശ്ചയം കില്ലില്ലേതും. ഇങ്ങനെയുള്ളോരെല്ലാം ചിത്തകാരുണ്യം കലർന്ന് എന്നിൽ വാത്സല്യം വളർന്നൊത്ത അഭിയുക്തന്മാരായി ഇങ്ങനെ വസിക്കയാൽ മർത്യജന്മത്തിൻ ഫലം സിദ്ധിച്ചേൻ. ഭാഗ്യവശാൽ ഉത്തമ ശ്ലോകൻ പദയുഗ്മമാശ്രയം വിഭോ. നിങ്ങളിങ്ങനിക്കിനി മൃത്യുകാലത്തിങ്കൽ ഞാൻ എങ്ങനെ വേണ്ടു പുനരെന്നരുൾ ചെയ്തിടണം. മംഗളകരമായ കൈവല്യം വരുത്തുവാൻ ഇങ്ങെഴുതായുള്ളതെന്ന് ഇങ്ങനെ ചോദിച്ചപ്പോൾ തങ്ങളിൽ വിചാരിച്ചു. പിന്നെയും മുനീന്ദ്രന്മാർ ഇങ്ങനെ സാർവഭൗമനാകിയ നൃപവരൻ ഭഗവൽ ഭക്തി തന്നിൽ മുഴുകിച്ചമഞ്ഞൊരു ഭഗവൽ ഭക്തൻ തനിക്ക് ഉടനെ പരഗതി വരുവാൻ എഴുതായെന്നുള്ളതെന്നവർ അറിയ വേദാന്ത ശാസ്ത്രാദികൾ പലതിലും നല്ലതേതെന്ന് ചൊല്ലിക്കൊടുപ്പാനരുതാഞ്ഞു വല്ലാതെ വലഞ്ഞവരെല്ലാരും ഇരിക്കുമ്പോൾ ചൊല്ലഴും പൗരാണികാചാര്യ നന്ദനായ കല്യാണാലയൻ കരുണാബുദ്ധി തപോനിധി തുല്യചേതസ സർവലോകാനുഗ്രഹാർത്ഥമായല്ലെന്നെ പെരുമാറിനധികംപരൻ. ഗർഭസ്ഥനായ നേതൻ മുക്തനായുളവായ മുക്തമോഹനരമണീയ സുന്ദരരൂപൻ പുത്രനെ വിളിച്ചളവ് അച്ഛനു ചരാചരയിരൊത്തൊരുമിച്ചു ചേർന്ന് ഒന്നായി വിളി കേൾക്കുന്നവൻ. സ്വസ്ഥനായി നരേന്ദ്രവൃത്താന്തങ്ങൾ അറിഞ്ഞുടൻ ഉത്തമ ശ്ലോകൻ നിയോഗത്തിനാൽ അതുകാലം ശ്രീശുക മഹാമുനിതാൻ അതിമന്തം മന്ദം ശുശുക്ഷണി ദേവനാശകൾ മിന്നും വണ്ണം ഭൂപതി തന്നെ കാൺമാനായി അവതാരം ചെയ്താൻ. താപസന്മാരും കണ്ടു വിസ്മയിച്ചനുക്ഷണം പ്രത്യുത്ഥാനാദ്യാചാര പൂജാ വന്ദനങ്ങളും കൃത്വ തൽ സഭാരംഗേ നൽകിനാർ മാന്യസ്ഥാനം. പൃഥ്വീശൻ താനും കണ്ടു വന്ദിച്ചു. സസംഭ്രമമുദ്ധായ നമസ്കരിച്ച്
അഞ്ജലീബന്ധത്തോടും ഭക്തൈവ പാദ്യാർഘ്യാദി കൊണ്ട് പൂജിച്ചങ്ങൊരു ഭദ്രപീഠത്തിൽ അമ്മാരിരുത്തി യഥോചിതം സത്വരം നരവരേന്ദ്രോത്തമനായ ഭവാനുത്തമാസനെ വസിക്കുന്ന മുനീന്ദ്രനും സ്വച്ഛമായ അരുൾ ചെയ്തു. മറ്റുള്ള മുനീന്ദ്ര ഭൂനിർജരാദികളെയും അച്യുതാത്മനാഥന വിശ്വനാഥനെ പ്രാർത്ഥിച്ചിരിപ്പിൻ മുന്നെ പോലെ വിശ്വാസ ഭക്തിയാമുഹുരെന്നരുൾ ചെയ്ത നേരം സൽക്കാരം പരിഗ്രഹിച്ച് ഉൾക്കാമ്പു തെളിഞ്ഞുടൻ ഒക്കെ എല്ലാരും ഇരുന്നീടേനോരനന്തരം മുക്തഹാസവും പൂണ്ട് മറ്റുള്ള മുനീന്ദ്രന്മാർ വിഷ്ണുരാധന സംഭാവിച്ച് അരുൾ ചെയ്തിടിന. ഞങ്ങളോടിവിടെ ചോദിച്ച ചോദ്യത്തെ പുനരങ്ങിരുന്നലസാതെ ശ്രീശുകൻ തന്നോടിപ്പോൾ മന്ദതയൊഴിഞ്ഞു ചോദിച്ചുകൊണ്ടാലും സർവസന്ദേഹമൊഴിഞ്ഞു കേൾക്കായി വരുമെല്ലാവർക്കും സർവജ്ഞനായ മുനീന്ദ്രോത്തമൻ അരുൾ ചെയ്താൽ സർവസമ്മതം വരും, ഇല്ല സംശയമേതും. ദിവ്യസംവാദം കലിയുഗത്തിൽ ഇനിമേലിൽ അവ്യാജം പരോപകാരത്തിനായുള്ളൊന്നല്ലോ. കീർത്തിയും യുഗാന്തകാലത്തോളം നമുക്കെല്ലാം പ്രാപ്തമായി വരും. സർവലോകേഷു നിരന്തരം ചോദ്യം ചെയ്താലും ഭവാൻ എന്നെല്ലാം അകം തെളിഞ്ഞ് ആസ്തയാ മുഹുർമുഹുരാജ്ഞാപിച്ചതു നേരം പാർത്ഥിവന്ദാനം നമസ്കാരം ചെയ്ത് ആംനായ വ്യാസാത്മജ പദാന്തികെ പാർത്ത് പേർത്തെഴുന്നുടൻ സ്വേച്ഛയാ വിനീതനായി അഞ്ജലിഹസ്തത്തോടെ വാഗ്മിയാം നൃപൻ മധുരാക്ഷരവാച ചൊന്നാൻ. നിന്തിരുവടി തുലോം അന്ധനാമടിയനെ സന്തതം അനുഗ്രഹിച്ചിടുവാനായിക്കൊണ്ട് ഇപ്പോൾ ചിന്താചഞ്ചലമൊഴിഞ്ഞെഴുന്നള്ളിയ മൂലം അന്തരാസഫലമായി വന്നിതു മമ ജന്മം. നിത്യമീ വണ്ണം തന്നെ സജ്ജന സംസർഗത്തിലെത്തുകിൽ ഇതിന്മീതേ മറ്റിഹ ലോകത്തിങ്കൽ മർത്യന്മാർക്കൊരു പുണ്യവർദ്ധനം എന്തെന്നുള്ളത് അത്യന്തം. അതിനനുഗ്രഹിക്കേണമേ വിഭോ. സേവിച്ചോളവും പുണ്യക്ഷേത്രങ്ങൾ തീർത്ഥങ്ങളും ഭാവിച്ചിടുന്നു പവിത്രാകൃതി നിരന്തരം. കേവലം ദർശിക്ക മാത്രത്താലെ സാധുക്കളെ പാവനമായിടുന്നു പാദകീയകങ്ങളും. ആകയാൽ അവമാനമിങ്ങനിക്കകതാരിലേകതാ ഭവിക്കരുതാരിലും ഒരിക്കലും. ഭൂദേവാദ്യഖില സാധുക്കളിൽ വിശേഷിച്ചും ആദരാൽ അതിശയ ഭക്തിയുമുണ്ടാകണം. നാനായോനികളിലങ്ങ് ഉത്ഭവിക്കലും മമ മാനസേ ഹരിപത ഭക്തിയുമുണ്ടാകണം. പിന്നെ ഇങ്ങ് എനിക്കേറ്റ ശാപത്താൽ 7-ാം ദിനം തന്നെ ഞാൻ മരിക്കുമെന്നുള്ളതും നൂനമല്ലോ. എന്നാൽ എന്തപ്പോൾ പരലോകപ്രാപ്തിക്കായൊന്നു മുന്നേ ചെയ്യേണ്ടതെന്നും കേൾക്കേണ്ടതെന്തൊന്നെന്നും വന്ദിച്ചു പൂജിക്കേണ്ടതാരേ എന്നതും മുഹുരെന്നുള്ളിൽ ധ്യാനിക്കേണ്ടതെങ്ങനെ ഞാൻ എന്നതും നന്നായി അനുഗ്രഹിച്ച് ആനന്ദം വരും വണ്ണം സന്ദേഹമൊഴിച്ചരുൾ ചെയ്യണം ദയാനിധേ. നമസ്തേ മഹാത്മനേ പരമാത്മനേ നമോ. നമസ്തേ തവ ദാസ ശിഷ്യോഹം പ്രസീദ മേ. നമസ്കാരേണ മുഹുസ്തുതിച്ചീവണ്ണം ഗുരുസമക്ഷം സുരേന്ദ്രനെ പോലെ ഭൂപതി വീരൻ നമിച്ചു തൊഴുതു കൈയിണകൾ കുപ്പിത്തന്നെ സുമത്യാശയാവസിച്ചേടിനൻ സുഖാസനേ. ക്രമത്താലേവം പ്രതിപാദ്യർത്ഥം
പുരാണസ്യ നിമിത്ത സംക്ഷേപാധികാര നിർദ്ദേശങ്ങളെ സമസ്തം പ്രഥമം കൊണ്ടിവിടെ ചൊല്ലിയേടിനേൻ. അമർത്തേന്ദ്രനെ പോലെ വസിക്കും നൃപൻ മുമ്പിൽ ഇതി ശ്രീ മഹാഭാഗവതേ മഹാപുരാണേ സൂതശൗനക സംവാദേ പ്രഥമസ്കന്ധ സമാപ്ത. ഓം വിഷ്ണവേ നമഃ. ഓം നാരായണായ നമഃ. ഓം ബ്രഹ്മണേ നമഃ. ഓം ശിവായ നമഃ. ഓം വാസുദേവായ നമഃ. ഓം പ്രദ്യുമ്നായ നമഃ. ഓം അനിരുദ്ധായ നമഃ. ഓം സംഘർഷണായ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ.